നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിന് എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, അതുപോലെ മുടി കൊഴിച്ചില്, അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സ്, ലേഡീസിലാണെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആവുക, അതുപോലെ കാലിനൊരു കഴപ്പ്, ചില സമയങ്ങളിൽ തുടർച്ചയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കഴപ്പ്, തരിപ്പ്, വേദന ഇങ്ങനെയുള്ളത് ഉണ്ടാകുക. അതുപോലെ നമുക്ക് ശരീരത്തിന് ടോട്ടലി ഒരു മന്ദത പോലെ തോന്നുക, മുടി കൊഴിച്ചിൽ, നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകും. അതുപോലെ നമുക്ക് ഈ ചില ഇങ്ങനത്തെ അസ്വസ്ഥതകൾ പലർക്കും കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ വിളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ആഹാരങ്ങൾ നമ്മളെ ശരീരത്തിന് ഡെയിലി അത് കൊടുക്കുക. അതായത് ഒന്ന് നമുക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ചും നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അതായത് മാതളം വരുന്നത് പോലെയുള്ള മാതളം ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടോ കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം, നമ്മുടെ ഉണക്കമുന്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെയിലി നമ്മൾ ഒരു ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു 3 എണ്ണമെങ്കിലും കഴിക്കുക. അതുപോലെ ഉണക്കമുന്തിരി, ഡ്രൈ ഗ്രേപ്സ്, ഇതാണെങ്കിലും ഡെയിലി ഒരു 10-15 എണ്ണം വീതം കഴിക്കുക. അത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡെയിലി രാവിലെ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുവാണെങ്കിലും ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ നമ്മുടെ ഇലക്കറികൾ, ചീര, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഡെയിലി ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ നമുക്ക് തലകറക്കം, തല ചുറ്റുന്നത് പോലുള്ള ഒരു അവസ്ഥയൊക്കെ പലരിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട ഹീമോഗ്ലോബിൻ കൂട്ടുക എന്നുള്ളതാണ്. അത് നമുക്ക് ലേഡീസിലാണെങ്കിൽ ഒരു 12 മുതൽ ഒരു 15 വരെ നിൽക്കാം. ജെൻസിലാണെങ്കിൽ ഒരു 15-16 ഇത്രയെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന് നമ്മൾ ആഹാരത്തിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഡെയിലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ പീരീഡ്സ് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ഇത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ല ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഹീമോഗ്ലോബിൻ കൂടുന്നില്ല, കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.